മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ലളിതമായ കുറേ കാര്യങ്ങൾ ഒരു വികാരവും വിചാരവും ഇല്ലാതെ പറയുന്നതല്ല. കുറേ വികാരങ്ങളും കുറേ വിചാരങ്ങളും ചേർത്ത് പറയുകയാണ്. ഇന്നലെ ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തിന് മുമ്പിലത്തെ ദിവസം ജൂലൈ മാസം 6-ാം തീയതി എന്നെ ഒരു വ്യക്തി ബീഹാറിൽ നിന്ന് വിളിച്ചിരുന്നു. ഒരു സൈക്കോളജിസ്റ്റാണ്. ആ സ്ത്രീ പറയുകയുണ്ടായി, കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ ബീഹാറിലെ ട്രൈബൽ ഏരിയ മുഴുവനും കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു, ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന്. അവരിപ്പോൾ തൊടുപുഴയിൽ പ്രാക്ടീസ് ചെയ്യാണ്, ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റായിട്ട്. അവർ പറയാണ്, ഏത് തരത്തിലുള്ള ഹിന്ദുക്കളും മാനസികമായിട്ടുള്ള ഉത്തേജനത്തിനായിട്ട് അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ഏതാണ്ട് മാനസികമായിട്ട് പ്രശ്നമുള്ള എല്ലാ വ്യക്തികളെയും ക്രിസ്ത്യൻ മിഷണറിമാർ കണ്ട്, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ ഭർത്താവിൻ്റെ കുടി മാറ്റിത്തരാം, നിങ്ങളുടെ അസുഖം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് കേരളമെമ്പാടും ഭാരതമെമ്പാടും നടക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോൾ അയാൾ ഹിന്ദു ആണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറയുന്നു. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ടായില്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുന്നു. രാത്രി യേശു ക്രിസ്തുവിൻ്റെ ചിത്രം നെഞ്ചത്ത് വെച്ച് കിടന്നാലേ ഫസ്റ്റ് റാങ്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നു. അമ്മയെയും അച്ഛനെയും ക്രിസ്ത്യാനിയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് മക്കളെ പറഞ്ഞയച്ച് വീട്ടിലേക്ക് വിടുന്നു. കൃഷ്ണനും രാമനും എല്ലാം കുറേയധികം പ്രശ്നമുള്ളവരാണെന്നും യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യന് വേണ്ടി മരിച്ചതെന്ന് പറയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ കണ്ടത് ഏതാണ്ട് 20,000 ക്രിസ്ത്യാനികളും 8 ലക്ഷം ഹിന്ദുക്കളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഏതാണ്ട് 8 ലക്ഷമായിരുന്നു അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ. ഇന്ന് അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ 8.5 ലക്ഷമാണ്. അതിൽ 8 ലക്ഷം ക്രിസ്ത്യാനികളും ബാക്കി ഹിന്ദുക്കളാണോ അല്ലയോ എന്ന് അറിയാത്തവരുമാണ്. മുഴുവനും കേരളത്തിൽ നിന്ന് പോയ മതപരിവർത്തന തൊഴിലാളികൾ കാശ് കൊടുത്തും ചതിച്ചുമാണ് അവരെ മതം മാറ്റിയത്. ഇന്ന് അമൃത്സറിലേക്ക് പോവേണ്ട സിഖുകാരുടെ അമ്പലത്തിലേക്ക്, അവിടെ സിഖുകാരുടെ വേഷത്തിൽ കുരിശിട്ട് അവിടെ മതപരിവർത്തനം നടത്തുന്നത് കണ്ടു. ജമ്മുവിൽ അസാധാരണമാംവിധം മതപരിവർത്തനം നടത്തുന്നു. ആസാമിൽ എവിടെയെല്ലാം മാർക്കറ്റുകളുണ്ടോ അതെല്ലാം ഗവൺമെൻറ് മാർക്കറ്റാണ്, പാവങ്ങളാണ് താമസിക്കുന്നത്. ഗവൺമെൻറ് മാർക്കറ്റിലെ കുറച്ച് സ്ഥലമെടുത്ത് അവിടെ എല്ലാം കുരിശ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ അമ്പലത്തിൻ്റെ മുമ്പിലും ഭാരതത്തിൽ എല്ലായിടത്തും അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കുക, എന്നിട്ട് അമ്പലത്തിൽ പോകുന്നവരെ അങ്ങോട്ട് കൊണ്ടുവരിക. അതേപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞത്, ഓരോ ഹിന്ദുവും മതം മാറിക്കഴിഞ്ഞാൽ പണ്ട് പൂജിച്ചിരുന്ന ഹിന്ദു ദേവതമാരെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്ന ക്രിസ്ത്യൻ മിഷണറിമാർ പറയും അത്രേ, ആ ദൈവത്തെ എല്ലാം അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് മരത്തിൽ കെട്ടിത്തൂക്കാൻ. അത് 10,000-കണക്കിന് ഇപ്പൊ കർണാടകത്തിൽ കാണാൻ സാധിക്കും. വീട് വെക്കുന്ന രീതിയിൽ കൺവെർട്ട് ചെയ്യുന്നു. അമ്പലത്തിലെ പൂജാരിമാർക്ക് പോലും 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ കന്യാകുമാരി ജില്ല ഇന്ന് കന്യാകുമാരി ജില്ല എന്നുള്ള രീതിയിലാക്കി വരുന്നു. അവിടെ പള്ളികൾ നിർമ്മിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ദിവസവും വീടിൻ്റെ രൂപത്തിലാണ് പള്ളികൾ വരുന്നത്. വീടിന് പെർമിഷൻ മേടിച്ച് പള്ളികളാക്കി മാറ്റുക. മിക്കവാറും അവിടെ എല്ലാ അമ്പലത്തിൻ്റെയും അടുത്ത് പള്ളികൾ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിന് വേറെ പേരും പള്ളികൾക്ക് കോവിൽ എന്ന പേര് കൊടുക്കാം. എല്ലാ കപ്പേളകളിലും റോഡ് സൈഡിൽ നിരന്തരം പ്രാർത്ഥന നടക്കുന്നു. ഓരോ മതപരിവർത്തന തൊഴിലാളി ആണുങ്ങൾക്ക് 440 രൂപയും പെണ്ണുങ്ങൾക്ക് 250 രൂപയും കൂലി കൊടുത്താൽ മതം മാറ്റുന്നത്. കമ്മീഷൻ വെച്ച് മതം മാറ്റുന്ന ഒരു കണ്ടീഷൻ പോലും ഇവിടെ എല്ലായിടത്തും കാണാം. ഒരാളെ മതം മാറ്റിയാൽ അതിനൊരു പ്രത്യേക എമൗണ്ട് ഉണ്ട്. ഞാൻ പണ്ട് പറയുകയുണ്ടായി, ഒരു ബ്രാഹ്മണനെ മതം മാറ്റിയാൽ 4 മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. ഒരു നായരെ മതം മാറ്റിയാൽ അയാളുടെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ളതും അനുസരിച്ച് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ കിട്ടും. ജാതി താഴേക്ക് വരുന്നതനുസരിച്ച് മതം മാറ്റത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു എന്ന് ആധികാരികമായിട്ട് അറിയാൻ സാധിച്ചു. മതം മാറുന്നവർ ചികിത്സയ്ക്ക് പോകുന്നവരും അതേപോലെ തന്നെ രോഗശാന്തിക്ക് പോകുന്നവരും
അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് സഹായത്തിനും സഹകരണത്തിനും പോകുന്നവർക്കും സഹായവും സഹകരണവുമായിട്ട് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹായം കൊടുക്കുന്നു പൈസ കൊടുക്കാതെ. ഇങ്ങനെ നാഗാലാൻഡ് മുഴുവനും മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. മിസോറാമിൽ 95% മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. മണിപ്പൂരിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഒറീസയിൽ 23% കൺവെർഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നും തന്നെ യേശുക്രിസ്തുവിനോടുള്ള ബഹുമാനമോ സ്നേഹമോ കൊണ്ടല്ല. 67 രാജ്യങ്ങളിൽ നിന്ന് ഒഴുകുന്ന 69,000 കോടി രൂപ ഒരു മാസ്റ്റർ പ്ലാനാണ് 2020 മുമ്പ് ഇന്ത്യയെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റണമെന്ന് പറഞ്ഞ്. ആ മാസ്റ്റർ പ്ലാൻ നടക്കുമ്പോഴും ഈ ഹൈന്ദവ ജനത ഇതൊന്നും അറിയുന്നില്ല. 1-2 പേര് എന്നെ വിളിച്ച് പറയാറുണ്ട്, മറ്റു മതത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാ പറയുന്നതെന്ന്. അവനവൻ ജീവിക്കുന്ന രാഷ്ട്രത്തില് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും തൈമൂറും ഖിൽജിയും ലോഡിയും ഔറംഗസീബും മഹാനായ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അക്ബറിനെ പോലെയുള്ള ക്രൂരന്മാര് ഈ നാട് ഭരിച്ചിട്ടും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെയുള്ള നരാധമന്മാര് കൊലയാളികൾ അവരെല്ലാം ഈ നാടില് വാണരുളിയിട്ടും ഹിന്ദുധർമ്മത്തിന് ഇത്രയും അധികം ക്ഷതം നേടിയിട്ടില്ല. അവരെല്ലാം പുറത്തുനിന്ന് വന്നവരെ അകത്തുള്ളവരെ ആക്രമിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു. നിർഭാഗ്യവശാൽ പണ്ട് ഹിന്ദുക്കളായിരുന്നവരാണ് ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ട് ഹിന്ദുക്കളെ മതം മാറ്റുന്നത്. അപ്പൊ ക്യാൻസർ രോഗം അകത്താണ്, ബോംബ് വെച്ചിരിക്കുന്നത് അകത്താണ്. ഇത്രയും കാലം പുറത്തുനിന്ന് അകത്തേക്ക് വന്നവരെ തടയാൻ ഭാരതത്തിന്റെ അറിവിന് സാധിച്ചിരുന്നു, നമ്മുടെ ജ്ഞാനത്തിന് സാധിച്ചിരുന്നു. ഇപ്പൊ അകത്ത് നിന്നുള്ളവരെ പ്രലോഭിപ്പിച്ചും അതേപോലെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഈ ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മതപരിവർത്തനത്തിന് നമ്മുടെ തന്നെ ആൾക്കാർ നമ്മളെ വഞ്ചിക്കാനും ചതിക്കാനും തുടങ്ങുന്ന ഒരവസ്ഥയാണ് 1947 ശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരു ഭരണാധികാരിയും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു വശത്ത് നടക്കുമ്പോൾ അത് തനി ക്രൂരമായ ടെററിസത്തിലൂടെ പോകുമ്പോൾ ശരിക്കും നക്കിക്കൊല്ലുന്ന രീതിയിൽ ആരും അറിയാതെ ഒരു വാർത്തയും വരാതെ ശാന്തമായിക്കൊണ്ട് കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് മാറ്റുന്ന 40 ലക്ഷം ക്രിസ്ത്യാനികളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ മതത്തിലേക്ക് ആളെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഓരോ അച്ഛനും കന്യാസ്ത്രീയും ഏത് ക്രൂക്കൻ്റെ വഴിയിലൂടെയും ഹിന്ദുക്കളെ മതം മാറ്റാനാണ് ശ്രമിക്കുന്നത്. പരമമായ ലക്ഷ്യം ഭാരതത്തെ മുഴുവനും ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റുക. ഇപ്പൊ ഇറ്റലിയിലെ പോപ്പിന്റെ സന്നിധിയിൽ പ്രവർത്തിക്കുന്നതിൽ 45% മലയാളികളാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊന്നും അവിടെ പ്രവർത്തിക്കാൻ ആരും ഇല്ല. കാരണം ക്രിസ്തുമതം ലോകത്തിന്റെ എല്ലാ മണ്ണിൽ നിന്നും തൂത്തെറിയപ്പെടുമ്പോൾ ഇന്ത്യക്കാരെ ഉപയോഗിച്ച് കേരളീയരെ ഉപയോഗിച്ച് ലോകത്തിൽ ക്രിസ്തുമതം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. അതിനിരയാവുന്നത് പാവപ്പെട്ടവരും അജ്ഞരും സഹായത്തിന് വേണ്ടി കൈനീട്ടുന്നവരും മറ്റ് ഗതിയില്ലാത്തവരും വിശക്കുന്നവരുമാണ്. അവരെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് മദർ തെരേസ ഉൾപ്പെടെ എല്ലാവരും മതം മാറ്റുന്നത്. ആ മതം മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അതുകൊണ്ട് ഭാരതത്തെ തിരിച്ച് സനാതന ധർമ്മത്തിന്റെ വേരിൽ ഉറപ്പിക്കേണ്ടതും കേരളീയരായ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഇപ്രകാരമുള്ള കാര്യം പറയുന്നത്. മറ്റ് ദേശത്തിലുള്ളവര് പോട്ട ധ്യാന കേന്ദ്രം പോലെ ഓരോ സ്ഥലത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ വന്ന് ബൈബിളിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണം പിന്നെ മതം മാറ്റാൻ പോവാൻ. പക്ഷെ കേരളീയര് ചതിച്ച് മതം മാറ്റാനുള്ള കാലം തുടങ്ങിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ഈ ചതിയും വഞ്ചനയും അവരുടെ രക്തത്തിലുണ്ട്. മതം മാറ്റുന്നവരുടെ രക്തത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എവിടെ ചെന്നാലും പെട്ടെന്ന് അയൽവക്കത്തുകാരനെയോ അവനവൻ്റെ വീടിൻ്റെ 1ാമത്തെ നിലയിൽ താമസിക്കുന്നവനെയോ പരിചയപ്പെടുന്നവനെയോ എല്ലാവരെയും മതം മാറ്റാൻ അവർക്ക് സാധിക്കും. സഹായിച്ചിട്ടോ അല്ലെങ്കിൽ എതിർത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഭയപ്പെടുത്തിയിട്ടോ കൂട്ടത്തിൽ ചേർന്നിട്ടോ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടോ പ്രാർത്ഥിപ്പിച്ചിട്ടോ ഏതെല്ലാം വഴിയിലൂടെ മതം മാറ്റണമോ അതെല്ലാം ചെയ്യും. പള്ളിയിലൂടെ കള്ള് കൊടുക്കുകയും ചെയ്യും, കള്ളിനെതിരെ സമരം ചെയ്യുകയും ചെയ്യും. അതേപോലെ മതമൈത്രിക്ക് വേണ്ടി ഇവർ ജാഥ നടത്തുകയും ചെയ്യും. മതത്തിനകത്തിരുന്നു കൊണ്ട് ഹിന്ദുക്കളെ മുഴുവനും കൺവെർട്ട് ചെയ്യുകയും ചെയ്യും. ഈ പുറത്ത് കാണുന്ന ക്രിസ്ത്യാനികളല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അകത്തൊരു ക്രിസ്ത്യാനിയുണ്ട്.
ആ ക്രിസ്ത്യാനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 13 വരെ, നീ എൻ്റെ സന്ദേശങ്ങൾ എല്ലാവരിലും എത്തിക്കുക, അവരെ സ്വീകരിച്ചാലും നിനക്ക് സ്വർഗരാജ്യം, സ്വീകരിച്ചില്ലെങ്കിലും നിനക്ക് സ്വർഗരാജ്യം എന്നും പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തീറ്റിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തം വീഞ്ഞായി കുടിപ്പിച്ച്, ഈ യേശുക്രിസ്തുവിനെ ആണിയടിച്ച് കൊന്ന കുരിശ് കഴുത്തിലിടിയിച്ച്, ആ ശവപ്പറമ്പാക്കി മാറ്റിയ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിപ്പിച്ച്, എല്ലാം വിപരീതമായിട്ടുള്ള ഭാരതീയ ചിന്താധാരകളെ അവഹേളിച്ച്, അതേ സമയത്ത് ഭാരതീയ ചിന്താധാരകളിലുള്ള കൊടിമരവും കൽവിളക്കും നിലവിളക്കും തുലാഭാരവും വിഷുക്കണിയും അങ്ങനെ പറയെടുപ്പും ഉത്സവവും എല്ലാം ഹിന്ദുക്കളുടേതെടുത്ത് ഓരോ ദിവസവും ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഹിന്ദുക്കളെ മതം മാറ്റാനാണ്. എത്ര പേരെ മതം മാറ്റുന്നോ അത്രയും അവൻ യഹോവയുടെ അടുത്താണ്. യഹോവ അതാ പറഞ്ഞിരിക്കുന്നത്, മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അവരെ നീ വധിക്കണം, അവരെ എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് യഹോവയുടെ, അതാണ് അവർ ചെയ്യുന്നത്. അവർ പുതിയതായിട്ടൊന്നും ചെയ്യില്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളും ബൈബിളൊന്ന് വായിക്കണം. അതിനകത്തുള്ള ഓരോ നിർദ്ദേശങ്ങൾ, യമര്യ എന്നൊരു ഭാഗമുണ്ട്, അത് വായിച്ചാൽ നിങ്ങൾ കിടിലം കൊള്ളും. അതൊരു വേദഗ്രന്ഥമായിട്ട് പറഞ്ഞു നടക്കാൻ. ഹിന്ദുക്കളുടേതായിട്ടുള്ള നന്മകളെടുത്ത്, ഹൈന്ദവ പേരുകളെടുത്ത്, സംസ്കൃതത്തിലെ വാക്കുകളെടുത്ത്, നമ്മുടെ ആരാധനാക്രമങ്ങളെടുത്ത്, നമ്മുടെ സംസ്കാരത്തിൻ്റെ പലതും എടുത്ത്, എന്നിട്ട് തിരിച്ച് ഈ ധർമ്മത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന അത്രയും ക്രൂരമാണ്, ടെററിസത്തെക്കാൾ ഭീകരമായിട്ടാണ് ഭാരതം ഇന്ന് മതപരിവർത്തനത്തെ അറിയാതെ അഭിമുഖീകരിക്കുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ NSSകാരായാലും SNDPക്കാരായാലും നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിച്ച് ജ്ഞാനശക്തി നേടി, അതിനെ പ്രചരിപ്പിക്കാനുള്ള ക്രിയാശക്തി നേടി, അത് ഭക്തി യോഗത്തോടു കൂടി അത് ചെയ്യാൻ, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഭക്തിയോടുകൂടി നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ ധർമ്മത്തോടുമുള്ള ഭക്തിയോടുകൂടിയും അത് ഇന്നു മുതലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഈ നിർദ്ദേശം പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കുള്ളതാണ്. കാരണം അവർക്ക് അവിടെ മറ്റ് എൻഗേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം ഉണ്ടാവും. കേരളത്തിലെ മലയാളികൾക്ക് സമയമില്ലെന്നല്ല, അവർ സമയമില്ലാത്ത പോലെ അഭിനയിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇനി ഒരു അവതാരം വരുമെന്ന് ധരിക്കരുത്. എത്രത്തോളം സാധിക്കുന്നോ അത്രയും ചെയ്യുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം മമ. 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരം അകത്ത് നിന്ന് കേരള ക്രിസ്ത്യാനികളുടെ ഭീകരതയുടെ മുമ്പിൽ തലകുനിക്കരുത് എന്ന് മാത്രം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.